ഞാൻ ഈ അലച്ചു കൂവിയത് ഞങ്ങളുടെ പള്ളിയിലെ ഫെസ്റ്റായിരുന്നു. ഇഷ്ടം പോലെ ആൾക്കാരാണ് വന്നത്. പന്തളം ഫുള്ളും നമ്മുടെ പള്ളിയിലുണ്ടായിരുന്നു. നമ്മുടെ പള്ളിയിൽ എന്തിനാ ഫെസ്റ്റ് വെച്ചതെന്ന് വെച്ചാൽ ഞങ്ങളുടെ അവിടെ ഓഡിറ്റോറിയം പണിയുവാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ലാഭം കിട്ടുവാണെങ്കിൽ ഓഡിറ്റോറിയത്തിലോട്ട് വെക്കാമെന്ന് വിചാരിച്ചു. ഇഷ്ടം പോലെ കലാപരിപാടികളായിരുന്നു. ഗെയിംസ് ആണെങ്കിലും പാട്ട്, അതുപോലെ തന്നെ മാജിക് ഷോ, ഒന്നും പറയണ്ട. രാവിലെ ടു രാത്രി വരെയും പരിപാടിയായിരുന്നു. സ്റ്റോളുകളോ പലതരം സ്റ്റോളുകളായിരുന്നു. സ്റ്റേഷനറി ഐറ്റംസ് തൊട്ട് ഫുഡ് ഐറ്റംസ് വരെ എല്ലാം കിട്ടുമായിരുന്നു. ഈ ഒറ്റ കുടക്കീഴിലെല്ലാം കിട്ടുക എന്ന് പറയുന്ന പോലെ ഈ പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ എല്ലാം ഉണ്ടായിരുന്നു. ഇഷ്ടംപോലെ കഴിക്കാനാണെങ്കിലും കുടിക്കാനാണെങ്കിലും ഗെയിംസിനാണെങ്കിലും അതുപോലെ തന്നെ സ്റ്റേഷനറി ഐറ്റംസ് വാങ്ങാനാണെങ്കിലും കോസ്മെറ്റിക്സിനാണെങ്കിലും അതുപോലെ സോളാർ അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. ഞാൻ നിന്ന കൗണ്ടർ എന്ന് വെച്ചാൽ ഫ്രൈഡ് റൈസ്, അതുപോലെ തന്നെ ചില്ലി ചിക്കന്, അങ്ങനെയുള്ള ഐറ്റംസ്, അതായത് ചൈനീസിൻ്റെ വിഭവത്തിലായിരുന്നു ഞാൻ നിന്നത്. അപ്പോൾ അതെങ്ങനെയെങ്കിലുമൊക്കെ ആൾക്കാർ വാങ്ങണമെന്നായിരുന്നു. അപ്പം അടിച്ചു പൊളിച്ചെന്ന് പറയാണ്ട ഒരു ദിവസം നല്ലതായിട്ട് ഞങ്ങൾ ആഘോഷിച്ച് ഈ ഒരു ഫെസ്റ്റ് കൂടി. ഇഷ്ടംപോലെ ആൾക്കാർ, അതായത് പന്തളം ഫുൾ എല്ലാ ആൾക്കാരും വന്നെന്ന് പറയുമ്പോഴത്തേക്കും അത്രയും നല്ലതായിരുന്നു. ഗെയിംസൊക്കെ അടിപൊളിയായിരുന്നു. അപ്പം ഈ ഒരു പരിപാടി ഫുൾ സംഘടിപ്പിച്ചത് മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത് തന്നെ ഞങ്ങളുടെ ഈ അച്ഛനാണ്. അച്ഛനെ ഒന്നും പറയാനില്ല. അച്ഛന് എവിടെ നിന്ന് കിട്ടുന്നോ ഈ ഐഡിയാസൊക്കെ. അപ്പം അതുകൊണ്ട് ഇഷ്ടം പോലെ ഫുഡും കണ്ട് കോമഡി പരിപാടീസും എല്ലാം ഉള്ളത് കാരണത്താൽ ഒരു ദിവസം എങ്ങനെ പോയെന്ന് പോലും അറിയാൻ പറ്റുന്നില്ല. പാട്ടുകാരനൊക്കെ വന്നിട്ട് അടിച്ചു പൊളിച്ചാണ്, നമ്മൾ തുള്ളിയിട്ടാണ് അവിടുന്ന് പോയത് തന്നെ. ഒറ്റൊരു ദിവസം ഉള്ളത് കാരണത്താൽ രാവിലെ ടു വൈകിട്ട് വരെയായിരുന്നു പരിപാടി എല്ലാം. അങ്ങനെ ഇഷ്ടംപോലെ സാധനങ്ങൾ വിറ്റ് ചിലവായി പോയിട്ടുണ്ട്. ഞാൻ നിന്ന കൗണ്ടറിൽ തന്നെ പിന്നെയും ബാക്കിയുണ്ടായിരുന്നു. എന്നാലും അത്യാവശ്യം മുക്കാലും പോയി. അവസാനം നമ്മളാണെങ്കിൽ ലക്കി ഡ്രോ ഉണ്ടായിരുന്നു. ലക്കി ഡ്രോയിലും 8